ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ കടയുടെ പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഗ്ലാസ് സ്റ്റോറും കൂടി ഇട്ടാൽ കുറച്ച് പുതിയ സ്റ്റോക്കും കൂടി ഇറക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും. 3 ആളുകൾ വന്ന് ഈ പ്ലാവിൻ്റെ ഈ ഒരു ചില്ലയിൽ വന്നിരിപ്പുണ്ട്. മെയിൻ സ്പോട്ട് ഇതാട്ടോ. ഇതുമാണ് ചീനിയുടെ ഇടയുണ്ടല്ലേ, അതുമാണ് ഇപ്പോൾ ഇവരെടുത്ത മെയിൻ സ്പോട്ടെന്ന് പറയുന്നത്. അവ ചായാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം തൊണ്ടൊക്കെ വെച്ച് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, കയറൊക്കെ വെച്ചിട്ട്. ഇപ്പം ചായാതിരിക്കാൻ വേണ്ടി ഇപ്പം ഇവർ 3 പേരുടെ കയറി ഇരുന്ന് നല്ലതായിട്ട് ചാഞ്ഞിട്ടുണ്ട്. ചായ പരമാവധി ഒഴിവാക്കിയതായിരുന്നു. പപ്പയ്ക്ക് രാവിലെ എന്നും ചായ ഇട്ട് കൊടുക്കുമ്പോൾ കാണുമ്പോൾ ഒരാഴ്ചയോളം ഞാൻ ചായ കുടിക്കാതിരുന്നു. പിന്നെ എന്താ പറയുക, പിന്നെയും ചായ കുടിക്കാൻ ത്വര തോന്നി. അങ്ങനെ ഞാൻ പറഞ്ഞു ഇടുമ്പോൾ ഒരു ഇച്ചിരി ചായ ഇടണേന്ന് പറഞ്ഞു. അങ്ങനെ ഒന്ന് എനിക്ക് ഇത്രയും ചായ തന്നു. അപ്പോൾ നമുക്ക് ചായ കുടിക്കാം. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. ഇന്ന് പിന്നെ ഇതുവരെ മഴ പെയ്തിട്ടില്ല, നല്ല വെയിൽ. ഇന്ന് രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം, പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. 2 ഗോതമ്പ് ദോശയും പിന്നെ ചമ്മന്തി. സിമിക്കുട്ടിക്കുള്ള റാഗി കൊടുക്കാൻ പോകട്ടെ, അവളുടെ ബ്രേക്ക്ഫാസ്റ്റ്. വെച്ച് കട്ടിലേക്ക് കിടന്ന് പാട്ട് കേൾക്കുകയാണ്. ലൈറ്റ് ഓഫാക്കാനാണ് പറയുന്നത് കേട്ടോ. എനിക്കാണെങ്കിൽ ഒരുപാട് സ്നേഹം വരുമ്പോൾ ഞാൻ അവളെ കുണുവെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്തോന്നൊന്നും എനിക്കറിയത്തില്ല. പെട്ടെന്നൊരു ദിവസം എൻ്റെ വായിൽ വന്നൊരു പേരായിരുന്നു, അത് പിന്നെ അങ്ങ് ശീലമാക്കി. അങ്ങനെ എൻ്റെ കുണുവാണെങ്കിൽ പാട്ടും കേട്ട് ഇങ്ങനെ ഒരു കിടക്കുമായിരുന്നു. ഞങ്ങൾ പിന്നെ പൊക്കി എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ സമയമായിരുന്നു പറഞ്ഞ് പൊക്കി എടുത്ത് അമ്മയുടെ മടിയിലോട്ട് വെച്ച് അങ്ങ് കൊടുത്ത്. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കണ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ സിംകുട്ടി എനിക്ക് വേറെ നല്ല പാട്ട് വെച്ച് ഇങ്ങനെ മാറ്റുന്നതനുസരിച്ച് അമ്മയാണെങ്കിൽ സ്റ്റെപ്പ് വൈസ് ആയിട്ട് ഇങ്ങനെ ഫുഡ് കൊടുത്തോണ്ടിരിക്കും. സിമുക്കുട്ടിക്കുള്ള ഫസ്റ്റ് ട്രിപ്പിലെ മരുന്ന് കൊടുത്തു. അപ്പം ഞങ്ങൾ ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങിയതാണ്. അപ്പം പത്രം കൊണ്ടുവച്ചിട്ടുണ്ട്, നമുക്ക് പത്രം പോയി എടുക്കാം. ഓക്കെ, നമ്മുടെ പത്രം താണ്ട് ഈ ഗേറ്റിലാണ് വെക്കണേ. വേണ്ടേ, ഞാൻ ഇറങ്ങിയപ്പം ഒരാൾ ഇതാ വരുന്നില്ല, അവിടെ ഇരിക്കുക. പത്രം നമുക്ക് എടുക്കും ഗേസ്. ഇതുകൊണ്ടത് ഓടുന്നു, ഇവൻ കാണുമ്പോഴേ ഓടും കേട്ടോ. ശരിക്കും എൻ്റെ കയ്യിൽ നിന്ന് ഒരു ഏറെ അവന് കിട്ടിയായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ച അന്ന് എൻ്റെ കോഴിയെ കൊണ്ടുപോയതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. അതിനുശേഷം എനിക്ക് ഈ പട്ടികളെ കാണുമ്പോൾ ഭയങ്കര ദേഷ്യമാണ്. വേറെ പട്ടികളെയൊന്നുമല്ല, ഈ പട്ടിയെ കാണുമ്പോൾ എനിക്ക് അത്ര ഒരു ഭയങ്കര ദേഷ്യമാണ്. അതുകൊണ്ട് ഞാൻ എപ്പം കണ്ടാലും ഞാൻ കല്ല് വളർത്തി പോയി. ഇനി കുഞ്ഞു ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. ഇനി കുഞ്ഞു എഴുന്നേൽക്കുമ്പോൾ സെവിനച്ഛൻ താഴോട്ട് വരും. ഞാൻ ഇനി മേളോട്ട് പോകുന്നില്ല, അവർ നല്ല ഉറക്കമായതുകൊണ്ട് പിന്നെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ നല്ലതായിട്ട് കിടന്ന് ഉറങ്ങട്ടെ. ഉറങ്ങിയതിന് ശേഷം അവർ താഴോട്ട് വരും. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കും. പപ്പ ബ്രഷ് ചെയ്യാൻ മേളിൽ പോയി. ഇപ്പോൾ അപ്പ വരുമ്പം അമ്മയും അപ്പയും കൂടെ ഫുഡ് കഴിക്കും. സെവിനച്ഛൻ വരുവാണെങ്കിൽ നമുക്ക് എല്ലാവരും ഒരുമിച്ച് കഴിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെയുള്ള വിശേഷം. അയ്യെന്നൊക്കെ ഇറങ്ങിയതാട്ടോ. അപ്പം അമ്മ അന്വേഷിച്ച് താഴെ വന്ന് ഞാൻ പറഞ്ഞ പാക്കില്ല, എൻ്റെ ലുട്ടാപ്പ് ഇതുകൊണ്ട് പതുക്കെ പോന്നു. ലുട്ടു ബാ ബാ ഓടിയാ. ഭയങ്കര അനുസരണം എൻ്റെ കൊച്ചിൻ്റെ കേട്ടോ. ഏതാണ്ട് തിന്നാൻ തരുമെന്നും പറഞ്ഞ് വിളിക്കുമെന്നും പറഞ്ഞ് ഓടി വരും കേട്ടോ. വരുന്നു, എൻ്റെ കയ്യിലൊന്നുമില്ല. രാവിലെ ഞാൻ പിടിക്കല് തന്നേ. തലോടുന്ന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. പോട്ടെ, കഴിച്ചായിരുന്നു മോൻ? രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം പരിസരം വൃത്തിയാക്കാൻ വേണ്ടി പോയ 2 പേരെയാണ് നിങ്ങളാ കാണുന്നത് കേട്ടോ. ഉച്ചയ്ക്ക് പുലാവ് ആയതുകൊണ്ട് വേറെ പണികളും കാര്യമൊന്നും ഇല്ല. പിന്നെ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അതേപോലെ കടയിൽ വരെ ഒന്ന് പോകണം. കുറച്ച് കാര്യങ്ങളുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കണം. ആണെങ്കിൽ അടങ്ങി ഒതുങ്ങി ഇരുന്ന് പാട്ടൊക്കെ കേൾക്കണം. ഇതുവരെയും കുഴപ്പമൊന്നുമില്ല. എന്താ ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ വേറെ ഏതോ ഒരു പാട്ടാണ് കേൾക്കുന്നത് കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരുന്ന് പാട്ടൊക്കെ കേൾക്കുന്നു. ഞാനും കുഞ്ഞു ഇവിടെ ഇരിക്കുന്നു. രാവിലെ ചെത്താൻ പോയവർക്ക് നാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ നാരങ്ങ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം ഇഗ്നിയനൻ്റെ കടയിലോട്ട് പോവുകയാണ്. ഇപ്പം ചെറിയൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ അടുത്തുള്ള ഒരു കുരിശടിയിലെ പെരുന്നാളായിരുന്നു. അപ്പം ഇന്ന് തീരും. ഇതുവരെയും പാട്ടിട്ടില്ല. രാവിലെ നല്ല പാട്ടായിരുന്നു. പാട്ടൊക്കെ കേട്ടാണ് നമ്മൾ ഉണർന്നിട്ട്
നമ്മുടെ ഇക്കണിയണ്ണൻ്റെ കട. ഇവിടെ നിന്നാണ് നമ്മൾ നാരങ്ങ മേടിക്കുന്നത്. ഇതാണ് നമ്മുടെ കുരിശടി. കുരിശടിയിലെ പെരുന്നാളാട്ടോ. ഇവിടെ എല്ലാം ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, കണ്ടോ. നല്ല പായസമൊക്കെ ഉണ്ടായിരുന്നു, നേർച്ച അടപ്പായസം. ഞങ്ങൾ പോയി കുടിക്കുകയൊക്കെ ചെയ്ത്. നാരങ്ങ കാണിച്ചു വെച്ചാൽ നാരങ്ങ, നല്ല നാരങ്ങ കേട്ടോ. ഒന്ന് എൻ്റെ കുഞ്ഞാവ് പിടിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ വീട് ഫുള്ളായിട്ട് കാണാം കേട്ടോ. കമ്പിളിയും കൊണ്ട് നമ്മൾ പുറത്ത് വിരിച്ചേക്കുമായിരുന്നു. അപ്പം അതിന് ടെറസിൽ കൊണ്ടിടാൻ വേണ്ടി പോവാണ്. ഭയങ്കര മഴ പുറത്ത്. നോക്കേ, നമ്മുടെ ഈ റൂമൊക്കെ കുറ്റ കൂരിട്ട് പോലായി. തുണിയൊക്കെ കൊണ്ട് നിറഞ്ഞേക്കുകയാണ്. ഇതൊക്കെ ഇനി എങ്ങനെ ഉണങ്ങി കിട്ടുമോയെന്ന് അറിയത്തില്ല. ഭയങ്കര മഴ. നല്ല മഴയാട്ടോ, ഭയങ്കര മഴ. എന്തായാലും കമ്പിളിയുടെ മേലോട്ട് വന്നതല്ലേ, അപ്പം നമുക്ക് ജനലൊക്കെ ഒന്ന് ജസ്റ്റ് തുറന്നൊക്കെ അങ്ങ് ഇടാം. എന്തായാലും നമ്മൾ കമ്പിളിയുടെ മേലോട്ട് വന്നതല്ലേ, അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ഞാനിത് ക്ലീൻ ചെയ്യത്തുള്ളൂ. കാരണം നമ്മൾ തുണി വാഷിംഗ് മെഷീൻ ഇടാൻ വേണ്ടിയിട്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഞാൻ വരുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്താ അത്യാവശ്യം എന്തെങ്കിലും സാധനങ്ങൾ എടുക്കണമെങ്കിൽ അങ്ങനെ വരുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പോകും. അല്ലാതെ അങ്ങനെ ഞാൻ ഓവറായിട്ട് കയറാറില്ല. അങ്ങനെ പിന്നെ ബെഡ്ഷീറ്റും തലേണയെല്ലാം നല്ലതായിട്ട് പറക്കിയൊക്കെ വെച്ച് ശേഷം താഴെ വന്നപ്പോൾ 4 പേരിൽ നിന്ന് നാരങ്ങ വെള്ളം കുടിക്കുന്നു. അപ്പോൾ എനിക്കും ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം തന്നു. പുറത്ത് നല്ല മഴയായിരുന്നു. അപ്പം മഴ, നാരങ്ങ വെള്ളം, അതൊരു പ്രത്യേക ഫീലാട്ടോ. അപ്പോൾ അതൊക്കെ കുടിച്ച് നല്ല ടേസ്റ്റായിരുന്നു. നല്ല ഉപ്പും പഞ്ചസാര ഇട്ടിട്ടുള്ള നാരങ്ങ വെള്ളം, നല്ല തണുത്ത നാരങ്ങ വെള്ളമായിരുന്നു. നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് പാത്രം കഴുകലായിരുന്നു. അങ്ങനെ ഒരു വലിയ യുദ്ധം ഞാനിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മുടെ കുരിശടിയിലെ പെരുന്നാളല്ല, അപ്പോൾ അവിടെ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു. കൂടെ ഞാൻ ലിപ് മൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ട പാട്ടൊക്കെ ആയിരുന്നു. അപ്പം ഞാനതൊക്കെ പാടിക്കൊണ്ടാണ് പാത്രം കഴുകുന്നത്. സിമിക്കും കുഞ്ഞിക്കും വേണ്ടിയിട്ടുള്ള കിച്ചടി വെച്ചാട്ടോ. സീറ്റൊന്നും വന്നില്ല, ഇനി വരണം. വേണം മോനെ, ശരി അമ്മാത്തുവോ ശരി കേട്ടോ. അമ്മയെ പിടിച്ചവിടെ ഇരുത്തിയിട്ടുണ്ട്. കളിക്കൂട്ടുകാരനും ഉണ്ട്. അത് തന്നെ. അമ്മ പടം വരയ്ക്കമ്മ. അമ്മ എന്തോ കോഴിയെ വരയ്ക്കും. കോഴിയെ വരച്ചമ്മ. അമ്മയുടെ കോഴിയും കാക്കയും ഞാൻ കാണിച്ചു തരാം. വരയ്ക്കണേ. എന്താണെന്നറിയത്തില്ല, ഇവിടെ എല്ലാവർക്കും ഞാൻ ഉണ്ടാക്കുന്ന പുലാവ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുന്നേ എനിക്ക് ഈ സാധനം ഉണ്ടാക്കുന്ന പോലും അറിയത്തില്ല. എന്തുവാണ് ഞാൻ ഫസ്റ്റ് കഴിക്കുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ്. അപ്പോൾ അമ്മയും പപ്പയൊക്കെ ഇതുപോലെ നല്ല വൃത്തിയായിട്ട് പുലാവ് ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ അവരുടെ കണ്ടു പഠിച്ചതാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ അവരുടെ പുലാവിനേക്കാളും അവർ കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ പുലാവിനെയാണ്. കേൾക്കണ്ട കേട്ടോ. അങ്ങനെ ഞാൻ പുലാവിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളെല്ലാം ഫ്രിഡ്ജിൽ നിന്ന് ഇങ്ങനെ തരംതിരിച്ചെടുക്കുകയായിരുന്നു. പിന്നെ സവാള, പൊട്ടറ്റോ ഉണ്ടല്ലോ, അത്, വെളുത്തുള്ളി, അത് സെപ്പറേറ്റ് നമ്മളൊരു ബാസ്ക്കറ്റിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും എടുത്തു. പിന്നെ അവിടെ കുത്തിയിരുന്ന അരിയലായിരുന്നു. അമ്മ കാക്കയെ വരച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളെ കാക്കയെ കാണിച്ചു തരാം. അമ്മയുടെ കാക്കയൊക്കെ ഉണ്ട്. ഇത് കാക്കയെന്നോ പരുന്താന്നോ എന്തോ എന്താ കൊച്ചു കളർ അടിക്കാണ്ട നീല കളർ കാക്ക. അത് തന്നെ പൊന്മാൻ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ളത് കോഴി. കോഴി കോണി എന്തോക്കളെ ഇത്? ഗൈസ്, അങ്ങനെ നമ്മൾ വെജിറ്റബിളൊക്കെ ഏകദേശം കട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അടുപ്പത്ത് കുക്കർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായതിന് ശേഷം വെള്ളമെല്ലാം പറ്റിയതിന് ശേഷം നമുക്ക് പുലാവിന് വേണ്ടിയിട്ടുള്ള സാമഗ്രികളൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കുക. 2 സീറ്റ് വരെ വേവിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ സോനാ മസൂരി എന്ന് പറയുന്ന റൈസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പുലാവ് ആക്കണേ.
എൻ്റെ ഏതോ ഒരു വ്ളോഗിൽ ഞാൻ പുലാവ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് എത്ര പേര് കണ്ടിട്ടുണ്ടോ എന്ന് ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ അത് കാണാത്തവർ പോയി കാണുക. ഈ പുലാവ് എന്ന് പറയുന്നത് നൈസൊരു സംഭവമാണ്. നമ്മൾ ഈ വെജിറ്റബിൾ ബിരിയാണി എന്നൊക്കെ പറയത്തില്ലേ, അതാണ് ഈ പുലാവ്. അത് ഹിന്ദിക്കാർ പുലാവ് എന്നായിരിക്കും പറയുന്നത്. ഉണങ്ങിയ പയനയിലയുണ്ടല്ലേ, അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ടൊന്ന് കൊടുക്കും, ഒരു മണം കിട്ടും ഈ ഒരു ഇല ഇടുമ്പോൾ. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പുലാവ് ഓക്കെ. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് കുക്കറൊന്ന് നല്ലതായിട്ട് അടയ്ക്കുക. ശേഷം തീ അഡ്ജസ്റ്റൊക്കെ ചെയ്ത് വെക്കുക. ഒരു 2 സീറ്റ് വരെ വേണം നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു അരിയുടെ പാകം എന്ന് പറഞ്ഞാൽ 2 സീറ്റ് കേട്ടോ. ഭയങ്കര കുരുത്തക്കേട്. ഇവിടെ എത്രയും സ്ഥലം ഉണ്ടായിട്ട് അതിൻ്റെ മണ്ടയിലോട്ട് വലിഞ്ഞു കയറി, പിന്നെ അപ്പുറത്ത് ചാടിയിട്ട് അവിടെ ആണെങ്കിൽ കീരിയൊക്കെ ഉണ്ട്. അപ്പം കീരിയൊക്കെ കണ്ട് കഴിഞ്ഞ് കീരിയുണ്ട്, പട്ടിയുണ്ട്. അപ്പം അതൊക്കെ വന്ന് പിടിച്ചെടുത്തുകൊണ്ട് പോകും. ഒരു തൊഴിലുമില്ല, എന്താ ചെയ്യാനാന്ന് പറയാം. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. പുലാവ്, പിന്നെ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് അച്ചാറും സലാഡുമാണ്. വന്നതാണ്. അപ്പം ഇതാണ് ഞങ്ങളുടെ പുതിയ കട. ഞങ്ങൾ സ്ഥിരം ഈ ഹോട്ട് കേക്കിൽ നിന്നാണ് ഫ്രഷ് ബ്രെഡൊക്കെ മേടിക്കുന്നത്. അപ്പം അവിടെ ആണെങ്കിൽ ഇതേപോലെ കുറേ ക്യാൻഡീസ് ഇരിപ്പുണ്ടായിരുന്നു, പല ഫ്രൂട്ടിൻ്റെ. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടത്, ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് ഈ വാട്ടർ മെലൺ. അപ്പം മിക്കപ്പോഴും അത് ശ്രദ്ധിക്കാറുണ്ട്, അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് വരും. പക്ഷേ ഇന്ന് അവളുടെ കണ്ണിപ്പെട്ടത് ഈ വാട്ടർ മെലണിൻ്റെ ഈ ഒരു ക്യാൻഡി ആയിരുന്നു. അപ്പം ഒടുക്കത്തെ പാടായിരുന്നു കേട്ടോ ആ കവർ വലിച്ചിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പ്. എല്ലാം ഒന്ന് സെറ്റാക്കിയതിന് ശേഷം വീഡിയോ എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇന്ന് നമ്മൾ സ്ഥലം വരെ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ ജസ്റ്റ് കയറിയതേ ഉള്ളൂ. പുറത്തൊക്കെ ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് വീട്ടിൽ പോവാം. അപ്പോൾ സിമിക്ക് പോകുന്ന മണിക്ക് നമ്മൾ ബ്രെഡാണ് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഹോട്ട് കേക്ക് കയറി ബ്രെഡ് മേടിച്ചു. പിന്നെ കുഞ്ഞുവിന് മിഠായി വേണമെന്ന് പറഞ്ഞു, അങ്ങനെ അവൾക്കൊരു മിഠായി മേടിച്ചു കൊടുത്തു. പിന്നെ നമ്മൾക്ക് കഴിക്കാൻ വേണ്ടി നമ്മളെല്ലാം മിക്സറും മേടിച്ചിട്ടുണ്ടോ. ഇതുമായിട്ട് നമുക്ക് ഇനി വീട്ടിൽ പോകാം. ഗൈസ്, അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. സോ അപ്പം ഇന്നത്തെ കുറച്ച് വിശേഷമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പറ്റിയത്. സോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ നിൽക്കുക നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.